പ്രസവമടുത്ത സഹോദരിമാർക്ക് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമായ ചില അമലുകളാണ് ഇവിടെ പറയുന്നത്. ഈ 3 അമലുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബി ഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ട് എന്തു പ്രതിസന്ധികളുണ്ടെങ്കിലും അത് റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവമായിരിക്കും. ഇത് കേവലം ഞാൻ വെറുതെ പറയുന്നതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായോടും സൈനബ് റളിയല്ലാഹു അൻഹായോടൊക്കെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവമടുത്തപ്പോൾ ഇങ്ങനെ ഓതി മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സൈനബ് റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ചെയ്ത നല്ല ഫലം ലഭിക്കുന്ന ഒരു അമൽ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ദുആ ഉണ്ട് ഇതിനോട് കൂടെ തന്നെ പറയുന്നത്. അത് കേവലം ഗർഭിണികൾക്ക്, പ്രഗ്നൻ്റായ സഹോദരിമാർക്ക് മാത്രമുള്ളതല്ല, ആർക്കും ചൊല്ലാം. ആ സമയത്ത് നമുക്ക് ചൊല്ലിയാൽ ചെയ്താൽ പെട്ടെന്നൊരു മിറാക്കിൾ സംഭവിക്കാൻ കാരണമാകുന്ന ചില അമലുകളൊക്കെയുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ, ബന്ധുമിത്രാദികളിൽ, കൂട്ടുകുടുംബങ്ങളിലൊക്കെ പ്രഗ്നൻ്റായ സഹോദരിമാർക്ക്, അതേപോലെ തന്നെ അവരുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് അവരോട് ഇത് ചൊല്ലാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങൾക്ക് വഹയ്യ് മുഖേന അറിയിച്ചു കൊടുത്ത, മുത്തുനബി തങ്ങൾക്ക് വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതൊന്നും പറയുന്നില്ലല്ലോ. അത്തരം ചില അമലുകളാണ് നമ്മൾ പറയുന്നത്. നല്ല ഫലം ഉണ്ടാകും. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നാം ചെയ്യുന്ന അമലുകളൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുമ്പോൾ നമുക്കതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രത്യേകത ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഇത്തരം വിഷയങ്ങൾ, ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് സൈനബ് റളിയല്ലാഹു അൻഹായോടും ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹായോടും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചത് പറയാനിരിക്കുകയാണ്. ഒന്നാമതായി പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് ഗർഭിണികളായ സഹോദരിമാർ പതിവാക്കുന്നത്, ചൊല്ലുന്നത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. ഈ ദിക്ർ വർദ്ധിപ്പിക്കുന്നത് മൂലം പ്രസവം എളുപ്പമാകേക്കാം. അതിനുള്ള കാരണം ഒരു വിഷമഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് പുറത്തു വരാൻ ചൊല്ലിയ ദിക്റാണിത്. ഈ ദിക്ർ എല്ലാ സത്യവിശ്വാസികൾക്കും അത്യുത്തമമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ അതുണ്ട്. അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ, വയറിലായിരുന്നപ്പോൾ, അകപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദിക്ർ ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ പ്രഗ്നൻസിയിലുള്ള സഹോദരിമാർ ഇത് പതിവാക്കുകയാണെങ്കിൽ ഇതൊരു ആയത്താണല്ലോ. ഈ ഒരു ദിക്ർ കൂടെയാണ്. ഇതിൻ്റെ മഹത്വം കൊണ്ട് വളരെ പെട്ടെന്ന് റാഹത്തുള്ള സുഖപ്രസവം ലഭിക്കാൻ അത് കാരണമാകും. രണ്ടാമത്തത്, പ്രസവ വേദനയ്ക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്ന സമയത്ത് അവരുടെ അടുത്ത് വെച്ച് ദുആഉൽ കർബ് ചൊല്ലുക എന്നുള്ളതാണ്. അത് ചൊല്ലുക എന്നല്ല, അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ദുആഉൽ കർബ് ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം. ദുആഉൽ കർബ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. വളരെ സവിശേഷമേറിയതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം എന്ന് പറഞ്ഞാൽ മഹത്വമുടയവൻ, ദയാലുവായ അല്ലാഹുവല്ലാതെ ഒരാളും യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ട് ആരാധ്യനില്ല എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, അതിമഹത്തായ അർശ് എന്ന സിംഹാസനം, അതിൻ്റെ റബ്ബായ അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർള്,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമികളുടെയും ആകാശങ്ങളുടെയൊക്കെ റബ്ബാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വ റബ്ബുൽ അർശിൽ കരീം, ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ സവിശേഷമേറിയ ഈ ഒരു ദുആ, ഇതാണ് ദുആഉൽ കർബ്. ഇത് വിഷമഘട്ടങ്ങളിലൊക്കെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇത് കാണാതെ അറിയുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലൊക്കെ ഗർഭിണികളായ സഹോദരിമാർക്ക് ഇത് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ദുആഉൽ കർബ്, അത് ഗർഭിണികൾക്ക് വളരെ ഫലം ചെയ്യുന്ന ഒരു ദുആ കൂടെയാണത്. ഏതു വിഷമഘട്ടങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചൊല്ലാറുണ്ടായിരുന്നു. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. ബുഖാരി അദ്കാറിലൊക്കെ ഇത് കാണാവുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു വിഷമഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴും ഈ ഒരു ദിക്ർ ചൊല്ലാറുണ്ട്, ഈ ഒരു ദുആ ചൊല്ലാറുണ്ടായിരുന്നു, ദുആഉൽ കർബ്. നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മളും ചൊല്ലണം ഇത്. ഇനിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സവിശേഷമേറിയ അമൽ. അത് പ്രസവ സമയത്തും പ്രസവ വേദനയുള്ള സമയത്തും ഒക്കെ ചൊല്ലാൻ പറ്റുന്നതാണ്. എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കുടുംബങ്ങളും മറ്റൊക്കെ ആയിട്ട് വീടിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ലേബർ റൂമിൻ്റെ പരിസരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കാര്യങ്ങളും ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് അസ്മാഉൽ ബദ്ർ ചൊല്ലിക്കൊണ്ടൊക്കെ പരിസരങ്ങളിലുണ്ടാകും. ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഓതാൻ പറ്റുന്ന ഒന്നാണ് കൃത്യമായിട്ട് കേൾക്കുക. സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ ആയത്തും ആയത്തുൽ കുർസിയും ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. അത് ഓതിച്ചിട്ട് മന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മന്ത്രിക്കുക, ഇല്ലെങ്കിൽ അതിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. ഏതാണ് ആയത്ത്? ഇന്ന റബ്ബക്കുമുല്ലാഹു ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം സുമ്മ ഇസ്തവാ അലൽ അർശി യുഗ്ശിൽ ലൈലൻ നഹാർ യത്ലുബുഹു ഹസീസൻ വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരി അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ. സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ ആയത്ത്. ഇതും ആയത്തുൽ കുർസിയും ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കാം. നല്ല പവറുള്ളതാണ്, പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മുഅവ്വിദത്തൈനിയും ഓതണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓതിയിട്ട് അപ്പോൾ ആയത്തുൽ കുർസിയും ഇന്ന റബ്ബക്കുമുല്ലാഹു ഖലഖസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന അതിൻ്റെ അവസാനം വരെ സൂറത്തുൽ അഅറാഫിൻ്റെ 54-ാമത്തെ ആയത്ത് മുഅവ്വിദത്തൈനി ഓതുക. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവം അടുത്തപ്പോൾ ഈ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോടും സൈനബ് ബീവി റളിയല്ലാഹു അൻഹയോടും ഇത് ഓതിയിട്ട് മന്ത്രിക്കാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. അതാണിത്. അതുകൊണ്ട് തന്നെ നല്ല ഫലം ലഭിക്കുന്ന ഒരു അമലാണിത്. ഈ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ 3 ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം എന്ന് തുടങ്ങുന്ന ദുആഉൽ കർബ്, 3-ാമത്തെ സൂറത്തുൽ അഅറാഫിൻ്റെ 54-ാമത്തെ ആയത്ത് ആയത്തുൽ കുർസിയിനോടും മുഅവ്വിദത്തൈനോടും കൂടെ ചൊല്ലാനുള്ളത്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അത് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ലവൻസല്ല എന്ന് പറയുന്ന ആ ആയത്തും അതിൻ്റെ അവസാനം വരെയുള്ളത്, സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തെ ആയത്ത്, അതേപോലെ തന്നെ നമ്മൾ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ എന്ന് പറയുന്നത്, അത് ഒരു വെള്ളത്തിൽ ഊതിയിട്ട് അത് അവരുടെ മുഖത്ത് കുടയാനും അതേപോലെ തന്നെ ചെയ്യാനുള്ളൊരു അമലും കൂടെയുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അത് എഴുതി തയ്യാറാക്കേണ്ടതുണ്ടായത് കൊണ്ടാണ് അത് ഇപ്പോൾ ഉൾക്കൊള്ളിക്കാത്തത്. ഇപ്പോൾ 3 പറയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഈ 3 ചെയ്താൽ തന്നെ നല്ല ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ റാഹത്തുള്ള, സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ സുഖപ്രസവം ലഭിച്ചാൽ അതൊരു സുഖമുള്ള പരിപാടിയൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്പറേഷൻ അല്ല, സിസേറിയൻ അല്ല, സി സെഷൻ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റിൽ ഉപയോഗിക്കുന്നൊരു പദം എന്നേ ഉള്ളൂ സുഖപ്രസവത്തിന്. അതിൻ്റെ സുഖം എത്ര എന്നുള്ളത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ സുഖപ്രസവം ആകുക എന്നുള്ളത് അത് നെക്സ്റ്റ് പ്രഗ്നൻസിയും ഡെലിവറിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് കിടക്കുകയാണ്. അപ്പോൾ കൂടുതൽ മക്കളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സിസേറിയനിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രയാസമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതും നമുക്കേറ്റവും ആഗ്രഹിക്കുന്നതൊക്കെ സുഖപ്രസവം ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് അനുകൂലമായ ഘടകങ്ങൾ അനുയോജിച്ച് വരണം, അല്ലേ? പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഇപ്പോൾ പ്ലസൻ്റ എന്ന് പറയുന്ന മറുപിള്ള അത് മുഴുവനും താഴേക്ക് വന്ന് വജൈനയുടെ ഭാഗത്ത് മുഴുവൻ കവർ ചെയ്ത് നിൽക്കണമെന്ന് വിചാരിക്കുക.
അതായത് ഫീറ്റസിൻ്റെ കുട്ടിയുടെ ഹെഡ് പുറത്തേക്ക് വരാത്ത രൂപത്തിൽ അവിടെ ബ്ലോക്കായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു എന്താ സിറ്റുവേഷനിൽ ഓപ്പറേഷൻ കമ്പൾസറിയാണ്, സിസേറിയൻ. അവിടെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അത് കുട്ടിക്കും അമ്മയ്ക്കൊക്കെ പ്രശ്നമായിട്ട് വന്നേക്കാം. അതങ്ങനെ നമ്മളെല്ലാം അങ്ങ് അടച്ചാക്ഷേപിക്കുകയും ചെയ്യരുത്. ഓപ്പറേഷൻ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഓപ്പറേഷൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഓപ്പറേഷൻ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും ബെറ്ററായ വഴി. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്കാനിങ്ങിലും മറ്റുമൊക്കെ നേരത്തെ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾക്ക് ഓരോ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള സ്കാനിങ്ങിലൊക്കെ ശരിക്ക് പ്ലസൻ്റയുടെ പൊസിഷൻ എവിടെയാണ്, മറുപിള്ള എവിടെ കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ നിന്ന് ചില ആളുകളൊക്കെ മുമ്പ് അതൊക്കെ ന്യൂസിലുണ്ടായിരുന്നു, സാമ്പത്തിക ചൂഷണം മായി ബന്ധപ്പെട്ട് സി സെഷനിലേക്ക് നോർമൽ ഡെലിവറിക്ക് സാധ്യതയുള്ളതൊക്കെ മാറ്റി എത്രയോ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ചില ന്യൂസുകളിലൊക്കെ അത് വന്നും ചെയ്തിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. അവർ നമ്മളോട് ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നേരത്തെ എടുത്ത സ്കാനിങ്ങിൽ വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം നോർമലാണല്ലോ, പിന്നെ എന്തിനാ ഓപ്പറേഷൻ നമുക്ക് ചോദിക്കാനും പറ്റണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഈ സ്കാനിങ് റിപ്പോർട്ടൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ട്സും നമ്മൾ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാൻ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഇരുന്ന് തന്നെ പഠിച്ചു മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അതിലുള്ള ടേംസൊന്നും വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേംസുകളൊന്നുമില്ല. പ്ലസൻ്റ് എവിടെ കിടക്കുന്നത്, മറുപിള്ള എവിടെ കിടക്കുന്നത്, തല എവിടെയാണ്, ഇപ്പോൾ അത് തിരിഞ്ഞു വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാം സ്കാനിങ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലുന്നത്. അള്ളാഹുവാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നതല്ലേ. ഒരാണിൻ്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇനി ഒരിക്കലും മക്കളുണ്ടാകില്ലെന്ന് കരുതി ആധുനിക മെഡിക്കൽ സയൻസ് റിജക്റ്റ് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അത്ഭുതകരമാകുന്ന രൂപത്തിൽ മക്കളെ നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ അള്ളാഹ്ക്ക് സാധിക്കാത്തതൊന്നായിട്ട് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും അള്ളാഹു നമുക്ക് നല്ല റാഹത്തുള്ള നോർമൽ ഡെലിവറിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരാൻ ഈ ദിക്റുകൾ കാരണമാകും. നിങ്ങളുടെ റിലേറ്റീവ്സിനും മറ്റുമൊക്കെ അയച്ചു കൊടുക്കുക. അള്ളാഹു നമുക്കൊക്കെ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകട്ടെ. കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അവസാനം വരെ കേട്ടവരൊക്കെ കുറച്ചായിരിക്കും ഉണ്ടാവുക. സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് പഴയ കാലം മുതലേ ചെയ്തു വന്നിരുന്ന കുറച്ച് അമലുകളുണ്ടായിരുന്നു. ഇപ്പോൾ നഫീസത്ത് മാല ചൊല്ലാറുണ്ടായിരുന്നു, ഖാസിം വലിയുള്ളാഹിയുടെ പേരിൽ യാസീൻ പതിവായി ഓതാറുണ്ടായിരുന്നു, ബദരീങ്ങളുടെ പേരിൽ ഓതാറുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് പഴയ കാലം മുതലേ ചെയ്തു വരുന്ന ഒരുപാട് ആത്മീയമായ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് ഒക്കെ നിങ്ങളുടെ നാട്ടിലുള്ളതൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക താഴെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റുള്ളവർക്കൊരു അറിവാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ സന്തോഷമുള്ള റാഹത്തുള്ള സുഖപ്രസവം നൽകട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.